ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കിതുവരെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ലേ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ന് തരുന്ന ക്ലാസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് എവിടെ പോയാലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. യെസ്, നോ, അത് നിങ്ങൾക്ക് കൃത്യമായി അറിയാലോ. ഇനി നമുക്ക് അത്ഭുതത്തെ കാണിക്കാനായിട്ടാണെങ്കിൽ ഇംഗ്ലീഷുകാർ എന്താണ് ഉപയോഗിക്കുക? വാവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും അതുപോലെ തന്നെ അത്ഭുതം കാണിക്കാൻ വാവ് എന്ന് പറയണം. അപ്പോൾ എന്ത് പറയും? വാവ്. ഇനി ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? താങ്ക് യു. എന്താ പറയുക? താങ്ക് യു. ഇനി തെറ്റ് പറ്റാത്തവർ ആരുമില്ല അല്ലേ? നമുക്ക് തെറ്റ് പറ്റി, നമ്മൾ എന്ത് പറയണം? സോറി. ചിലർ ഐ ആം സോറി എന്ന് പറയും, ചിലർ സിമ്പിളായിട്ട് സോറി എന്ന് പറയും. നമ്മൾ സോറി എന്ന് നമ്മൾ പറയണ്ട, സോറി സോറി അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ തെറ്റ് പറ്റിയാൽ സോറി. ഒരു കാര്യം നമുക്ക് ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്യൂസ് മീ. എന്താ പറയുക? എക്സ്ക്യൂസ് മീ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എക്സ്ക്യൂസ് മീ അങ്ങനെ സ്ട്രെസ് ചെയ്യണ്ട. സ്ക്യൂസ് മീ. ഇങ്ങനെ സ്ക്യൂസ് മീ ഒരു കാര്യം ആവശ്യപ്പെടാൻ. ഈ നല്ലതാണെങ്കിലോ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുക? നല്ലതാണ്, ഭംഗിയുള്ളതുണ്ടെങ്കിലൊക്കെ നൈസ്. വെരി നൈസ് പറയാം നമുക്ക്, നൈസ്. ഇത് മറ്റൊന്നാണ് ബ്യൂട്ടിഫുൾ. വളരെ ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബ്യൂട്ടിഫുൾ. നൈസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് വേണ്ട എന്നിങ്ങനെ നമുക്ക് പറയാം. നമുക്ക് നോ എന്ന് നമ്മൾ പറയരുത്. ഒരാൾ തന്നാൽ നമ്മൾ എന്ത് ചേർക്കണം? നോ താങ്ക്സ്. നോ താങ്ക്സ്, വേണ്ട നന്ദി. നോ താങ്ക്സ്, വേണ്ട നന്ദി. ഹൗ ആർ യു. ഹൗ ആർ യു, നിനക്ക് സുഖം തന്നെയല്ലേ? ഹൗ ആർ യു, നിനക്ക് സുഖം തന്നെയല്ലേ? ഹൗ ആർ യു? ഐ ആം ഫൈൻ താങ്ക് യു. എനിക്ക് സുഖം തന്നെ, നന്ദി. ഐ ആം ഫൈൻ താങ്ക് യു. നിങ്ങൾക്കോ? ആൻഡ് യു. നിങ്ങൾക്കോ? ആൻഡ് യു. ഐ ആം ഫൈൻ താങ്ക് യു ആൻഡ് യു. എനിക്ക് സുഖം തന്നെ, നന്ദി. നിങ്ങൾക്കോ? ഇത് തന്നെ മറ്റൊരു വേർഷനിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വാട്സാപ്പ്, വാട്ട് ഈസ് അപ്പ് ടു എഴുതുമ്പോൾ വേണ്ടു. സംസാരിക്കുമ്പോൾ വാട്സാപ്പ്, സംസാരിക്കുമ്പോൾ വാട്സാപ്പ്, എഴുതുമ്പോൾ വാട്ട് ഈസ് അപ്പ് ടു. എന്താണ് അർത്ഥം? ഹൗ ആർ യുവിൻ്റെ മറ്റൊരു രൂപമാണ് വാട്ട് ഈസ് അപ്പ്. വാട്സാപ്പ്. അതിന് മറുപടി നൈസ് അല്ലെങ്കിൽ കൂൾ എന്ന് മാത്രമേ പറയാവൂ. ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നത് ഹായ് വാട്സാപ്പ്, നൈസ്. അല്ലെങ്കിലോ കൂൾ. വാട്സാപ്പ്, നൈസ്. വേറെ എണ്ണം കൊടുക്കണമെങ്കിലോ കൂൾ. ഹൗ ആർ യു കീപ്പിംഗ്. ഹൗ ആർ യു കീപ്പിംഗ്, നിൻ്റെ ശരീരസ്ഥിതി എങ്ങനെയുണ്ട്? ഹൗ ആർ യു കീപ്പിംഗ്, നിൻ്റെ ശരീരസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ഓ ഐ എം ഓൾ റൈറ്റ്. അതൊക്കെ നമ്മൾ ഐഡിയ പോലെ ചേർക്കാം. ഹൗ ആർ യു കീപ്പിംഗ്, നിൻ്റെ ശരീരസ്ഥിതി എങ്ങനെ ഉണ്ട്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമയം ചോദിക്കേണ്ടതേ വരാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വാച്ച് ഉണ്ടാവാം, ചിലപ്പോൾ നിൽക്കുകയായിരിക്കാം. ചിലപ്പോൾ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടാവാം, വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സമയം ചോദിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ ആദ്യം വേണം ആവശ്യപ്പെടാൻ. എക്സ്ക്യൂസ് മീ. ടൈം എന്ന് ഉച്ചരിക്കില്ല, ടൈം പ്ലീസ്. എക്സ്ക്യൂസ് മീ, ടൈം പ്ലീസ്. സമയം എത്രയായി? എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? എക്സ്ക്യൂസ് മീ, ടൈം പ്ലീസ്. നമ്മൾ രാവിലെ കാണും, ഉച്ചയ്ക്ക് കാണും, വൈകിട്ട് കാണും ഇല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ വിഷ് ചെയ്യാം? കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒരു ഹായ് ചേർക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ആർ സൈലൻ്റ് ആണ്. ഗുഡ് മോർണിംഗ് എന്ന് വായിക്കില്ല, മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. 12 മണിക്ക് ശേഷം കാണുകയാണെങ്കിൽ ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. 4 മണിക്ക് ശേഷമാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ഇനി നമ്മളൊരു ഓഫീസറൊക്കെ കണ്ടുമുട്ടണമെങ്കിലോ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ.
ഗുഡ് ഈവനിങ് സർ. ഇനി ഒരു സ്ത്രീയാണെങ്കിലോ ഗുഡ് മോർണിംഗ് മാം. മോം മദർ, മാം മാഡം. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഗുഡ് ഈവനിങ് മാം. ഇത് നമുക്കൊരു നല്ല ദിവസം ആശംസിക്കാം. പകൽ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നല്ല ദിവസം എങ്ങനെ ആശംസിക്കാം? ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ഹാവ് എ നൈസ് ഡേ. ഒരു നീട്ടി പറയുക, ഹാവ് എ നൈസ് ഡേ. ഇനി രാത്രിയാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഗുഡ് നൈറ്റ്. ഒന്ന് നീട്ടി പറയുക, അല്ലാണ്ട് ഗുഡ് നൈറ്റ് കേൾക്കാൻ ഒരു ഭംഗിയില്ല. ഗുഡ് നൈറ്റ് അങ്ങനെ പറഞ്ഞാലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ രാത്രി പിരിഞ്ഞു പോകുമ്പോൾ ഗുഡ് നൈറ്റ്. നാളെ കാണാം എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സി യു ടുമാറോ. സി യു ടുമാറോ. ടുമാറോ എന്ന് വായിക്കില്ല, ടുമാറോ. സി യു ടുമാറോ. നമുക്ക് നാളെ കാണാം. ഇത് തന്നെ എങ്ങനെ വേറെ വിധത്തിൽ പറയാൻ പറ്റും? ടിൽ ടുമാറോ. ടിൽ ടുമാറോ. ടിൽ എന്ന് ഉച്ചരിക്കില്ല, ടിൽ ടുമാറോ. അപ്പോൾ നാളെ കാണാമെന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? സി യു ടുമാറോ അല്ലെങ്കിൽ ടിൽ ടുമാറോ. എനിക്ക് അറിയില്ല എന്നെങ്ങനെ പറയാം? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. സംസാരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. അപ്പോൾ നിനക്ക് അറിയുമോ എന്നെങ്ങനെ നമുക്ക് ചോദിക്കാം? ഡു യു നോ. കെ സൈലൻ്റ് ആണ് കേട്ടോ. ഡു യു നോ. ഡു എന്ന് ഉച്ചരിക്കില്ല, ഡു. ഡു യു നോ. നിനക്ക് അറിയുമോ? ഹിമ്മോ ഹെറോ അതോ ഇതൊക്കെ ദാറ്റൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. ഡു യു നോ ഹിം. നിനക്ക് അവനറിയുമോ? സിമ്പിളായിട്ട് ഡു യു നോ. നിനക്ക് അറിയുമോ? എനിക്ക് വേണ്ടെന്ന് എങ്ങനെ പറയാം? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഐ നോ നീഡ്. ഐ നോ നീഡ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട്. ഐ ഡോണ്ട്. ഡോണ്ട് ഡു നോട്ടിൻ്റെ ഷോർട്ടാണ് ഡോണ്ട്. ഐ ഡോണ്ട് വാണ്ട്. ഐ നോ നീഡ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട്. എനിക്ക് വേണ്ട. ഐ നോ നീഡ്. ഐ ഡോണ്ട് വാണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടി പരിചയപ്പെടുമ്പോൾ എന്തായിരിക്കും പറയുക? ഗ്ലാഡ് ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു. സ്പീഡിൽ നമ്മൾ പറയുമ്പോൾ ഗ്ലാഡ് ടു മീറ്റ് യു. ചിലർ ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. ഗ്ലാഡ് ടു മീറ്റ് യു അല്ല, ഗ്ലാഡ് ടു മീറ്റ് യു. കണ്ടുമുട്ടിയിൽ പരിചയപ്പെട്ട സന്തോഷം. ഇത് തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു. കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഒരു വ്യക്തിയോട് എങ്ങനെ പേര് ചോദിക്കാം? ഇപ്പോൾ നമ്മളൊരു പരിചയപ്പെട്ടു. അപ്പോൾ പേര് എങ്ങനെ നമുക്ക് ചോദിക്കാം? അപ്പോൾ എന്ത് വേണം ആദ്യം? എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ അല്ല, എക്സ്ക്യൂസ് മീ, യുവർ നെയിം പ്ലീസ്. ഗുഡ് നെയിം എന്ന് ചോദിക്കരുത്. ചെറിയ കുഞ്ഞുമക്കളോട് നമുക്ക് ഗുഡ് നെയിം ചോദിക്കാം. പ്രായപൂർത്തിയായ ഒരാളോട് ഗുഡ് നെയിം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അത് വേണ്ട. എന്ത് വേണം? എക്സ്ക്യൂസ് മീ, യുവർ നെയിം പ്ലീസ്. യുവർ നെയിം പ്ലീസ്. ചെറിയ കുട്ടികളോടാണെങ്കിൽ എക്സ്ക്യൂസ് മീ, യുവർ സ്വീറ്റ് നെയിം പ്ലീസ്. യുവർ സ്വീറ്റ് നെയിം പ്ലീസ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എക്സ്ക്യൂസ് മീ, മേ ഐ നോ യുവർ നെയിം പ്ലീസ്. അങ്ങോട്ടൊന്നും വളഞ്ഞ് മൂക്ക് പിടിക്കണ്ട. സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. എക്സ്ക്യൂസ് മീ, യുവർ നെയിം പ്ലീസ്. നിങ്ങളുടെ പേര് എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് പറയും? അയാം. ഞാനാകുന്നു. അയാം പേര് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? പണ്ടൊക്കെ വേർ ആർ യു കമ്മിങ് ഫ്രം എന്നൊക്കെ ഇനി ചോദിച്ചിരുന്നത്. മോഡേൺ ഇംഗ്ലീഷ് അതൊക്കെ ചെറുതാക്കി സിമ്പിളാക്കി. എന്തായി? എക്സ്ക്യൂസ് മീ, യു ഫ്രം. ഫ്രം ഇല്ല, ഫ്രം. യു ഫ്രം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ, യു ഫ്രം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇനി അപ്പോൾ എന്ത് പറഞ്ഞു? സ്ഥലം പറഞ്ഞു. ഇംഗ്ലണ്ടോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരമോ എന്ത് വേണം നമുക്ക് അവതരിപ്പിക്കാം. യു ഫ്രം. ഇനി എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? പണ്ടൊക്കെ വേർ ആർ യു ഗോയിങ് ടു നൗ. മോഡേൺ ഇംഗ്ലീഷിൽ അതെന്താക്കി മാറ്റി? വേർ ടു നൗ. താങ്കൾ എവിടെ പോകുന്നു എങ്ങനെ ചോദിക്കാം? വേർ ടു നൗ. താങ്കൾ എവിടെ പോകുന്നു? അപ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? ടു കൊച്ചി, ടു തൃശ്ശൂർ, ടു ആലപ്പുഴ, ടു കാലിക്കറ്റ്, ടു കാസർഗോഡ്. ഇഷ്ടമുള്ള സ്ഥലം നമുക്ക് ചേർക്കാം. അപ്പോൾ എവിടെ പോകുന്നു? വേർ ടു നൗ. ഇനി നിങ്ങളുടെ ജോലി എന്താണെന്ന്
നേരിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട് ആർ യു? ആറ് ഉച്ചരിക്കില്ല, ആർ യു. വാട്ട് ആർ യു? 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 നിങ്ങളുടെ ജോലി എന്താണ്? അപ്പോൾ ജോലി പറഞ്ഞു. അപ്പം നിങ്ങളുടെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്, അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. ഹു എന്നാണ് ചേർക്കുക. ആര്, പേര്. ഹു ഈസ് ആരാകുന്നു? യുവർ ഫാദർ. ഹു ഈസ് യുവർ ഫാദർ? ഉച്ചരിക്കില്ല, എൾ. ഹു ഈസ് യുവർ ഫാദർ? ആരാണ് നിങ്ങളുടെ പിതാവ്? അപ്പം മിസ്റ്റർ പേര് പറയുക. ഹു ഈസ് യുവർ ഫാദർ? മിസ്റ്റർ ബാക്കി നിങ്ങൾ ചേർക്കുക. ഇനി അച്ഛൻ്റെ ജോലി എങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് യുവർ ഫാദർ? വാട്ട് ഈസ് അങ്ങനെ നമ്മൾ വായിക്കില്ല, സംസാരിക്കില്ല. വാട്ട്സ് യുവർ ഫാദർ? വാട്ട്സ് യുവർ മദർ? ഹു ഈസ് യുവർ മദർ? ഹു ഈസ് യുവർ സിസ്റ്റർ? ഹു ഈസ് യുവർ ബ്രദർ? ഹു ഈസ് യുവർ അങ്കിൾ? ഹു ഈസ് യുവർ ടീച്ചർ? വാട്ട് ഈസ് യുവർ ഫാദർ? വാട്ട്സ് യുവർ മദർ? വാട്ട്സ് യുവർ ബ്രദർ? നമ്മൾ പ്ലീസ് എപ്പോഴും ഒടുവിൽ ചേർക്കുക. അതാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക. ആദ്യം ചേർക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അത് മലയാളികൾക്കൊരു സ്വഭാവമാണ്. ആദ്യം പ്ലീസ് ചേർക്കും, അതൊരു ഭംഗിയില്ലാത്തതാണ്. ഇംഗ്ലീഷുകാരെപ്പോഴും ഒടുവിലാണ് പ്ലീസ് ചേർക്കാറ്. അപ്പോൾ എനിക്ക് തരൂന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗിവ് മീ പ്ലീസ്. ഗിവ് മീ പ്ലീസ്. ദയവായി എനിക്ക് തരൂ. ഗിവ് മീ പ്ലീസ്. എന്നോട് പറയൂന്ന് എങ്ങനെ പറയാം? ടെൽ മീ പ്ലീസ്. ദയവായി എന്നോട് പറയൂ. ടെൽ മീ പ്ലീസ്. ഗിവ് മീ പ്ലീസ്. ടെൽ മീ പ്ലീസ്. എന്നെ സഹായിക്കുന്ന എങ്ങനെ പറയാം? ഹെൽപ്പ് മീ പ്ലീസ്. എന്നെ ദയവായി ഒന്ന് സഹായിക്കൂ. ഒരല്പം നീങ്ങിയിരിക്കും നമ്മളെങ്ങനെ പറയാം? ഇപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഇത്തിരി നീങ്ങിയിരിക്കൂ, ചേച്ചി ഇത്തിരി നീങ്ങിയിരിക്കൂ, അല്ലെങ്കിൽ ചേട്ടാ ഒരല്പം നീങ്ങിയിരിക്കൂ. അത് നമുക്ക് എങ്ങനെ പറയാം? മൂവ് എ ബിറ്റ് പ്ലീസ്. ബിറ്റ് എന്ന് ഉച്ചരിക്കില്ല. മൂവ് എ ബിറ്റ് പ്ലീസ്. ബിറ്റ് ഉള്ളി പിടിക്കുന്നു. മൂവ് എ ബിറ്റ് പ്ലീസ്. ദയവായി ഒരല്പം നീങ്ങിയിരിക്കൂ. അവനോട് ചോദിക്കുന്ന എങ്ങനെ പറയാം? ആസ്ക് എന്ന് ഉച്ചരിക്കില്ല. ആസ്ക് ഹിം പ്ലീസ്. അവനോട് ദയവായി ചോദിക്കൂ. അപ്പം നമ്മൾ പറയും ഇങ്ങോട്ട് വരുമെന്ന് എങ്ങനെ പറയാം? കം ഹിയർ. എങ്ങനെ പറയാം? കം ഹിയർ. ദയവായി പുറത്തേക്ക് പോകുന്ന നമുക്ക് ഇങ്ങനെ പറയാം? ഗെറ്റ് ഔട്ട് പ്ലീസ്. ദേഷ്യത്തിലാണെങ്കിലോ ഗെറ്റ് ഔട്ട്. അവിടെ പ്ലീസ് വേണ്ട. ദേഷ്യത്തിലാണെങ്കിൽ ഗെറ്റ് ഔട്ട്. സ്നേഹത്തിൽ പറയണമെങ്കിൽ ഗെറ്റ് ഔട്ട് പ്ലീസ്. ദയവായി പുറത്തേക്ക് പോകട്ടാ. ദേഷ്യമാണെങ്കിൽ ഗെറ്റ് ഔട്ട്. സ്നേഹത്തിലാണെങ്കിലോ ഗെറ്റ് ഔട്ട് പ്ലീസ്. ദയവായി പുറത്തേക്ക് പോകൂ. ഇനി കാലത്ത് തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ എഴുന്നേൽക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ എനിക്കടാ എന്ന് പറയും അല്ലേ? എഴുന്നേൽക്കുന്ന എങ്ങനെ പറയാം? ഗെറ്റ് അപ്പ് പ്ലീസ്. ഗെറ്റ് അപ്പ് അല്ലെങ്കിൽ വേക്ക് അപ്പ് പ്ലീസ്. ദയവായി എഴുന്നേൽക്കൂ. ഗെറ്റ് അപ്പ് പ്ലീസ് അല്ലെങ്കിൽ വേക്ക് അപ്പ് പ്ലീസ്. വാതിൽ തുറക്കുന്ന എങ്ങനെ പറയാം ദയവായിട്ട്? ഓപ്പൺ ദ ഡോർ. ഡോർന്ന് വായിക്കില്ല, ഡോർ എന്നാണ് വായിക്കുക. ഓപ്പൺ ദ ഡോർ പ്ലീസ്. ദയവായി വാതിൽ തുറക്കൂ. അടയ്ക്കാനാണെങ്കിലോ ക്ലോസ് ദ ഡോർ പ്ലീസ്. ഓപ്പൺ മാറ്റിയിട്ട് ക്ലോസ് ദ ഡോർ പ്ലീസ്. തുറക്കാനാണെങ്കിൽ ഓപ്പൺ ദ ഡോർ പ്ലീസ്. അടയ്ക്കാനാണെങ്കിൽ ക്ലോസ് ദ ഡോർ പ്ലീസ്. ഈ ഡോറിനോട് നമുക്ക് എന്താക്കാം? വിൻഡോ ആക്കാം, ജനൽ അല്ലേ? ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ക്ലോസ് ദ വിൻഡോ പ്ലീസ്. ഇത് കഴിക്കുന്ന എങ്ങനെ പറയാം? ഇത് കഴിക്കൂ. ഹാവ് ദിസ്. ഇത് കഴിക്കുന്ന എങ്ങനെ പറയാം? ഹാവ് ദിസ്. ഇത് കുടിക്കുന്ന എങ്ങനെ പറയാം? ഡ്രിങ്ക് ദിസ്. കഴിക്കൂ, കുടിക്കൂ. ഹാവ് ദിസ്, ഡ്രിങ്ക് ദിസ്. നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ എങ്ങനെ ചോദിക്കാം? ഹാവ് എ കപ്പ് ഓഫ് ടീ. ടീ എന്ന് ഉച്ചരിക്കില്ല, ടീ. ഹാവ് എ കപ്പ് ഓഫ് ടീ. ഹാവിൻ്റെ ഉച്ചാരം ഹാവ് എ കപ്പ് ഓഫ് ടീ. നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ എങ്ങനെ ചോദിക്കാം? ഹാവ് എ കപ്പ് ഓഫ് ടീ. നിങ്ങൾ ഭക്ഷണം കഴിച്ചുവോ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചേർത്തു. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക് തകർക്കുക, ഫാസ്റ്റ് നിരാഹാരം. അപ്പോൾ രാവിലെ ഭക്ഷണത്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു?
ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചുവോ? ഉച്ചയ്ക്ക് കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചുവോ? രാത്രി കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് യുവർ സപ്പർ? രാത്രി ഭക്ഷണത്തിന് സപ്പർ എന്ന് പറയും. ഡിന്നർ വിരുന്നാണ് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ സപ്പർ? ഞാനിവിടെ മറ്റൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ബ്രഞ്ച്. എന്താണ് ബ്രഞ്ച്? രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്കലത്തെ ഭക്ഷണവും ഒന്നിച്ച് കഴിക്കും. അങ്ങനെ 2 നേരത്തെ ഭക്ഷണവും കൂടി ഒന്നിച്ച് കഴിക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്രഞ്ച്. രാവിലത്തെയും ഉച്ചയ്ക്കലത്തെയും ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്രഞ്ച്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി സപ്പർ, 2 നേരത്തെയും കൂടി കാലത്ത് കഴിക്കുന്നതിന് ബ്രഞ്ച് എന്ന് പറയും. അപ്പോൾ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? പ്രഭാത ഭക്ഷണം കഴിച്ചുവോ? കഴിച്ചു എന്നിങ്ങനെ പറയാം? യെസ് ഐ ഹാവ് ജസ്റ്റ് ഹാഡ്. ഞാനിപ്പോൾ തന്നെ കഴിച്ചുള്ളൂ. യെസ് ഐ ഹാവ് ജസ്റ്റ് ഹാഡ്. ഞാനിപ്പോൾ തന്നെ കഴിച്ചുള്ളൂ. എല്ലാവർക്കും ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്, പ്രഭാത ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, രാത്രി ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാം? എവരിബഡി ലഞ്ച് റെഡി. എവരിബഡി ലഞ്ച് റെഡി. എവരിബഡി ബിരിയാണി റെഡി. ഇതേ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, അതേ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എവരിബഡി ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ലഞ്ച് റെഡി, സപ്പർ റെഡി. നിനക്കിനി എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ താങ്കൾക്ക് ഇനി എന്തെങ്കിലും വേണോ? ഭക്ഷണം കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? എനിത്തിങ് എൽസ് മോർ. എനിത്തിങ് എൽസ് മോർ. മറ്റെന്തെങ്കിലും വേണോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? എനിത്തിങ് എൽസ് മോർ. ഇനി മറ്റെന്തെങ്കിലും വേണോ? വേണമെങ്കിൽ എന്ത് പറയും? യെസ് അല്ലെങ്കിൽ നോ. താങ്ക്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ്, വേണ്ട നന്ദി അല്ലേ? നോ താങ്ക്സ്. ഇത് ധാരാളമായി എന്നെങ്ങനെ പറയാം നമുക്ക്? ഇറ്റ് ഈസ്. അതിൻ്റെ ഷോർട്ടാണ് ഇറ്റ്സ്. ഇറ്റ്സ് ഇനഫ്. ഇത് ധാരാളമായിട്ടാ. മറ്റൊരു പദമാണ് ഇറ്റ്സ് ടു മച്ച്. ഇറ്റ്സ് ടു മച്ച്. ഇത് ധാരാളമായി, വളരെ കൂടുതലായി എന്നൊക്കെ പറയുമല്ലോ. മറ്റൊരെണ്ണമാണ് ഇറ്റ്സ് സോ മച്ച്. ഇത് ധാരാളമായി. അപ്പോൾ ഇത് ധാരാളമായി എന്നെങ്ങനെ പറയാം? ഇറ്റ്സ് ഇനഫ്, ഇറ്റ്സ് ടു മച്ച്, ഇറ്റ്സ് സോ മച്ച്. നമ്മളൊരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഒരു സദ്യക്ക് പോയി, ഭക്ഷണം തരുന്നത് ഇതുകൂടി കഴിക്കൂ, ഹാവ് ദിസ് മൈ സൺ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയും, ഓ ഇറ്റ്സ് ഇനഫ്, ഇത് ധാരാളമായി. അല്ലെങ്കിൽ ഇറ്റ്സ് ടു മച്ച്, ധാരാളമായി. ഇറ്റ്സ് സോ മച്ച്, ഇത് ധാരാളമായി. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു വീട്ടിൽ ചെന്നു. ഒരു വീട്ടിൽ ചെന്നു. അവർ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പ്രശ്നപ്പെടും അല്ലേ? പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ആകെ പ്രശ്നമാവും, അല്ലെങ്കിൽ പണിപ്പെടും അവർ. അപ്പോൾ തൽക്കാലത്തിന് എന്തെങ്കിലും നമുക്ക് തിന്നാൻ തരും, അല്ലെങ്കിൽ കുടിക്കാൻ തരും. അത് തൽക്കാലത്തിന് ഇത് കഴിക്കൂ, അല്ലെങ്കിൽ തൽക്കാലത്തിന് ഇത് കുടിക്കൂ എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഫോർ ദ ടൈം ബീയിങ്. എങ്ങനെ? ഫോർ ദി ടൈം ബീയിങ്, തൽക്കാലത്തേക്ക്. ഹാവ് ദിസ്, തൽക്കാലത്തേക്ക് ഇത് കഴിക്കൂ. ഫോർ ദ ടൈം ബീയിങ് ഡ്രിങ്ക് ദിസ്, തൽക്കാലത്തിന് ഇത് കുടിക്കൂ. ഫോർ ദ ടൈം ബീയിങ് ഹാവ് ദിസ്, ഫോർ ദ ടൈം ബീയിങ് ഡ്രിങ്ക് ദിസ്. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് മീൻസ് തൽക്കാലത്തേക്ക്. എന്തൊരു രുചി എന്നെങ്ങനെ പറയാം? വാട്ട് എ യമി, വാട്ട് എ ടേസ്റ്റി അല്ലേ? മറ്റൊരു വാക്കാണ് വാട്ട് എ യമി, എന്തൊരു രുചി. ഭയങ്കര ഭംഗിയുണ്ടെങ്കിലോ? ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ. വാവ്, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? വാവ് അല്ലെങ്കിൽ ഓ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, എന്തൊരു ഭംഗി. വാട്ട് എ യമി, എന്തൊരു രുചി. വാട്ട് എ ബ്യൂട്ടിഫുൾ. അപ്പോൾ വാട്ട് എ ചേർത്ത് കഴിഞ്ഞാൽ എന്തൊരു എന്നാണ് അർത്ഥം. വാട്ട് എ നൈസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, വാട്ട് എ ബിഗ്, വാട്ട് എ സ്മോൾ, വാട്ട് എ ഹോട്ട്, എന്തൊരു എരിവ്, ചൂട്, സെക്സ്. നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴേ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ലേ? നീ അവിടെ ഉണ്ടോ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ആർ യു ദേർ. ആറ് ഉച്ചരിക്കില്ല. ആർ യു ദേർ, നീ അവിടെ ഉണ്ടോ? ആർ യു ദേർ, നീ അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? അവിടെ ആരെങ്കിലും ഉണ്ടോ? എനിബഡി എൽസ് ദേർ. എനിബഡി എൽസ് ദേർ. എനിബഡി എൽസ് ദേർ, അവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പം അവിടെ നീ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ആർ യു ദേർ. അവിടെ ആരെങ്കിലും ഉണ്ടോ? എനിബഡി എൽസ് ദേർ.
നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയോട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? കുഡ് ഐ സ്പീക്ക് ടു? ക്യാനല്ല ഉപയോഗിക്കുക, കുഡാണ് ഉപയോഗിക്കുക താഴ്മയായിട്ട്. കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ രാജു? ഒരു പേര് ഞാനിട്ടതാണ്. കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ രാജു? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് മറുപടി എങ്ങനെ വരുന്നു? സോറി, ഹീ ഈസ് നോട്ട് ഹിയർ. ഇവിടെ ഇല്ലാൾ. അപ്പോൾ നമ്മൾ എന്ത് പറയും? എന്തെങ്കിലും പറയണോ? ക്യാൻ ഐ ഹാവ് എനി മെസ്സേജ്? ക്യാൻ ഐ ഹാവ് എനി മെസ്സേജ്? നോക്കൂ, കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ രാജു? എനിക്ക് മിസ്റ്റർ രാജുവിനോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ രാജു? അപ്പോൾ മറുപടി തരാണ്, സോറി, ഹീ ഈസ് നോട്ട് ഹിയർ. ആളിവിടെ ഇല്ലല്ലോ. ക്യാൻ ഐ ഹാവ് എനി മെസ്സേജ്? ഞാൻ എന്തെങ്കിലും പറയണോ? ആളിവിടെ ഇല്ല, എന്തെങ്കിലും പറയണോ? ഈ ക്യാൻ ഐ ഹാവിന് പകരം ക്യാൻ ഐ ടേക്ക് എനി മെസ്സേജ് എന്ന് പറയുന്നവരും ഉണ്ട്. ഹാവിന് പകരം ടേക്ക് ഉപയോഗിക്കാം. ക്യാൻ ഐ ടേക്ക് എനി മെസ്സേജ്? ഞാൻ എന്തെങ്കിലും പറയണോ? കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ രാജു? സോറി, ഹീ ഈസ് നോട്ട് ഹിയർ. ക്യാൻ ഐ ഹാവ് എനി മെസ്സേജ്? ഞാൻ എന്തെങ്കിലും പറയണോ? അപ്പോൾ പറഞ്ഞു നോ താങ്ക്സ് പറഞ്ഞു. അല്ലെങ്കിലോ ഐ ഷാൾ കോൾ ഹിം ബാക്ക്? ഞാൻ അവനെ പിന്നീട് വിളിക്കാം. ഐ ഷാൾ കോൾ ഹിം ബാക്ക്? ഞാൻ അവനെ പിന്നീട് വിളിക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് ആസ്ക് ഹിം ടു കോൾ മീ? വിരോധമില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവനോടൊന്ന് പറയൂ എന്നെ വിളിക്കാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ആസ്ക് ഹിം ടു കോൾ മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ആസ്ക് ഹിം ടു കോൾ മീ. വിരോധമില്ലെങ്കിൽ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. ഇറ്റ് ഈസ് മീ ജോൺ. ഇറ്റ് ഈസ് മീ, ഇത് ഞാൻ പേര് നമുക്ക് ചേർക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് ആസ്ക് ഹിം ടു കോൾ മീ. വിരോധമില്ലെങ്കിൽ അവനോട് എന്നെ വിളിക്കാൻ പറയൂ. ഇറ്റ് ഈസ് മീ ജോൺ. ഇത് ഞാൻ ജോണാണ്. അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഒരു കടയിൽ പോകേണ്ടി വന്നു. എനിക്ക് തരാമോ? ക്യാൻ ഐ ഹാവ് 1 kg ഹോഗ് പ്ലം? എനിക്ക് 1 കിലോ എന്ത് തരാമോ? ഹോഗ് പ്ലം. അമ്പഴങ്ങ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അമ്പഴങ്ങ, അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഹോഗ് പ്ലം. ക്യാൻ ഐ ഹാവ് 1 kg ഹോഗ് പ്ലം? എനിക്കൊരു കിലോ ഹോഗ് പ്ലം തരാമോ? അമ്പഴങ്ങ തരാമോ? അവരെന്ത് പറയും? യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് അത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ കണക്കാക്കണം. ക്യാൻ ഐ ഹാവ് 1 kg ഹോഗ് പ്ലം? എനിക്കൊരു കിലോ അമ്പഴങ്ങ തരാമോ? അതിൻ്റെ വീണ്ടും ചോദിക്കണേ ഹൗ മച്ച്? എന്താണ് വില? വില അറിയണ്ടേ? അപ്പോൾ എന്ത് പറയുന്നു? ഒരു നിസ്സാര വില പറഞ്ഞു. 25 രൂപ, 100 രൂപ പറയുന്നു. ഹൗ മച്ച്? ഒരു 100 റുപ്പീസ് ആയിക്കോട്ടെ. 100 റുപ്പീസ്. അപ്പോൾ സന്തോഷമായി. ഗെറ്റ് മീ 2 kg? എനിക്ക് 2 കിലോ തരൂ. ഗെറ്റ് മീ 2 kg. അമ്പഴങ്ങ ഉപ്പിലിട്ടിട്ട് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഹൗ മച്ച്? എന്താ വില? അപ്പോൾ പൈസകൾ ചോദിക്കുമ്പോഴാണ് ഹൗ മച്ച്. എണ്ണം ഹൗ മെനി. ഹൗ മച്ച്? 100 റുപ്പീസ്. ഗെറ്റ് മീ 2 kg? 2 കിലോ തരൂ. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. അല്ലെങ്കിൽ ഹിയർ യു ആർ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗെറ്റ് മീ 2 kg, 2 കിലോ തരൂ. അപ്പോൾ കടക്കാരൻ എന്ത് പറഞ്ഞു? ഹിയർ ഇറ്റ് ഈസ്, ഇതാ പിടിച്ചോ. അല്ലെങ്കിൽ ഹിയർ യു ആർ. അതിൻ്റെ അർത്ഥവും ഇതാ പിടിച്ചോ എന്ന് തന്നെയാണ്. നീ എന്താണ് ഇവിടെ എന്ന് എങ്ങനെ നമുക്ക് ചോദിക്കാം? നീ എന്താണ് ഇവിടെ? വൈ ആർ യു ഹിയർ? നീ എന്താണ് ഇവിടെ എന്ന് എങ്ങനെ ചോദിക്കാം? വൈ ആർ യു ഹിയർ? നീ എന്താണ് ഇവിടെ? ഞാൻ നിന്നോട് ചുമ്മാ ചോദിച്ചതാണ്. അപ്പോൾ ആൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ? നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കാൻ? നീ ആരണ്ട അല്ലേ? അപ്പോൾ പറയും എടാ ഞാൻ ചുമ്മാ ചോദിച്ചാണ് കേട്ടാ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഞാൻ വെറുതെ ചോദിച്ചതാണ്, ചുമ്മാ ചോദിച്ചതാണ്. ഐ സിംപ്ലി ആസ്ക്ഡ് യു. ഐ സിംപ്ലി ആസ്ക്ഡ് യു. ഞാൻ നിന്നോട് ചുമ്മാ ചോദിച്ചതല്ലേ? ഐ സിംപ്ലി ആസ്ക്ഡ് യു. ഞാൻ നിന്നോട് ചുമ്മാ ചോദിച്ചല്ലേ? ഇത് ഞാൻ നിന്നെ സഹായിക്കണമെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? 3 വിധത്തിൽ നമുക്ക് ചോദിക്കാം. ക്യാൻ ഐ ഹെൽപ്പ് യു? മേ ഐ ഹെൽപ്പ് യു? ഷാൾ ഐ ഹെൽപ്പ് യു? ഇത് 3ൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ക്യാൻ ഐ ഹെൽപ്പ് യു? മേ ഐ ഹെൽപ്പ് യു? ഷാൾ ഐ ഹെൽപ്പ് യു? ഞാൻ നിന്നെ സഹായിക്കണോ? താങ്കളെ സഹായിക്കണോ? മേ ഐ ഹെൽപ്പ് യു? ക്യാൻ ഐ ഹെൽപ്പ് യു? ഷാൾ ഐ ഹെൽപ്പ് യു? ഇനി നമ്മളൊരു ഓഫീസിലൊക്കെ ചെന്നു.
അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നോട്ടെ എന്ന് എങ്ങനെ ചോദിക്കുക, അനുവാദം ചോദിക്കുക? മേ ഐ കം ഇൻ സർ. ആൾക്കാർ എന്ത് ചെയ്തു? അതിന് സ്പീഡ് കൂട്ടിയിട്ട് മേ ഐ കമ്മിങ്, ING വരില്ല. മേ ഐ കം ഇന്നാണ്, അല്ലാണ്ട് കമ്മിങ് അല്ല കേട്ടോ. മേ വരുമ്പോൾ ഒരിക്കലും ING ഫോം വരില്ല. മേ ഐ കം ഇൻ, മേ ഐ കമ്മിങ് സർ. ഞാൻ അകത്തേക്ക് വന്നോട്ടെയോ, മേ ഐ കമ്മിങ് സർ. അപ്പോൾ എന്ത് പറയും? യെസ് കമ്മിങ്, യെസ് ഗെറ്റ് ഇൻ, യെസ് പ്ലീസ്. നമ്മൾ എന്ത് കൊടുക്കണം മറുപടി? താങ്ക് യു സർ. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ് പറയണം. ഇനി ഞാൻ നാളെ വരണോ എന്ന് എങ്ങനെ ചോദിക്കാം നമുക്ക്? ഞാൻ നാളെ വരണോ? ഷാൾ ഐ കം ടുമാറോ, ഷാൾ ഐ കം ടുമാറോ. ഞാൻ നാളെ വരണോ? എക്സ്ക്യൂസ് മീ സർ, ഷാൾ ഐ കം ടുമാറോ. സാറേ ഞാൻ നാളെ വരണോ? നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം. നിൻ്റെ കയ്യിലുണ്ടോ, നിനക്കുണ്ടോ, അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? അത് നമുക്ക് ഡു യു ഹാവ് എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുക. ഡു യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് ബസ്, ഡു യു ഹാവ് ഫാദർ, ഡു യു ഹാവ് ബ്രദർ, ഡു യു ഹാവ് സിസ്റ്റർ, ഡു യു ഹാവ് എനി ഐഡിയ. അപ്പോൾ ഡു യു ഹാവ് ചേർത്ത് നമുക്ക് ബാക്കി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡു യു ഹാവ് ബിസിനസ്, ഡു യു ഹാവ് ഗുഡ് ജോബ്, ഡു യു ഹാവ് വിസ, നിനക്ക് വിസയുണ്ടോ? ഡു യു ഹാവ് പാസ്പോർട്ട്. അതൊക്കെ നമുക്കുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ്, യെസ് ഐ ഹാവ് ഉണ്ട്. ഇല്ലെങ്കിലോ നോ. ഇത് തന്നെ കഴിഞ്ഞൊരു കാലത്തിൽ ഉപയോഗിക്കുമ്പോൾ ഡുവിന് പകരം ഡിഡ് വെച്ച് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഡിഡ് യു ഹാവ് എ കാർ, നിനക്കൊരു കാറ് ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ കാർ, നിനക്കൊരു കാറ് ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടോ, ഡു യു ഹാവ് കാറ് ഉണ്ടോ എന്നും ഡിഡ് യു ഹാവ് എ കാർ, നിനക്കൊരു കാറ് ഉണ്ടായിരുന്നോ എന്നും ആണ് അർത്ഥം. അപ്പോൾ ഉണ്ടോ എന്നുള്ളതിന് യെസ് ഐ ഹാവും, ഉണ്ടായിരുന്നോ എന്നുള്ളതിന് യെസ് ഐ ഹാഡ്, ഉണ്ടായിരുന്നു എന്നും ചേർത്തു. അപ്പോൾ ഡു യു ഹാവ് എ കാർ, യെസ് ഐ ഹാവ്. ഡിഡ് യു ഹാവ് എ കാർ, യെസ് ഐ ഹാഡ്. നിനക്ക് വേണമെന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു വാണ്ട്, നിനക്ക് വേണമെന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട്, നിനക്ക് വേണോ? റൈസ്, ചോറ്. ഡു യു വാണ്ട് റൈസ്, ഡു യു വാണ്ട് ക്യാഷ്, അല്ലെങ്കിൽ മണി, നിനക്ക് പൈസ വേണോ? ഡു യു വാണ്ട് സ്റ്റഡി, നിനക്ക് പഠിക്കണോ? ഡു യു വാണ്ട് ഐസ്ക്രീം, നിനക്ക് ഐസ്ക്രീം വേണോ? അപ്പോൾ ഡു യു വാണ്ട് നിനക്ക് വേണോ എന്നാണ് അർത്ഥം. ഡു യു വാണ്ട് ബുക്ക്, ഡു യു വാണ്ട് ചിക്കൻ, ഡു യു വാണ്ട് ബിരിയാണി. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? മറുപടി യെസ് അല്ലെങ്കിൽ നോ, അവസാനിച്ചു. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. നമ്മൾ പറയുന്ന ആജ്ഞാപിക്കുന്നു ഡു വാട്ട് ഐ സേ, ഡു വാട്ട് ഐ സേ. ഞാൻ പറയുന്നത് ചെയ്യൂ, ഞാൻ പറയുന്നത് ചെയ്യൂ. അതെങ്ങനെ പറയാം? ഡു വാട്ട് ഐ സേ, ഡു വാട്ട് ഐ സേ, ഞാൻ പറയുന്നത് ചെയ്യൂ. നമ്മൾ ഇൻവിറ്റേഷനൊക്കെ അടിക്കുമ്പോഴെന്ന് പറയും ഡു കം, തീർച്ചയായും വരണം കേട്ടോ. ഡു കം, തീർച്ചയായും വരണേ. ഡു കം, തീർച്ചയായും വരണം. നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാം? ആർ യു കമ്മിങ് വിത്ത് മീ, ആർ യു കമ്മിങ് വിത്ത് മീ, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ആർ യു കമ്മിങ് വിത്ത് മീ, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ഇത് തന്നെ നമുക്ക് ഗൾഫിലുള്ള ഒരാളോട് ചോദിക്കാം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരാളോട് ചോദിക്കുന്നത് നീ ഇപ്പോൾ അടുത്ത് വരുന്നുണ്ടോ, നാട്ടിലേക്ക് വരുന്നുണ്ടോ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാം? ആർ യു കമ്മിങ് ഡൗൺ. ഇവിടെ കമ്മിങ് വിത്ത് മീ, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ഇവിടെ വന്നപ്പോൾ ആർ യു കമ്മിങ് ഡൗൺ, നീ ഇപ്പോൾ വരുന്നുണ്ടോ, അടുത്തങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടോ? ആർ യു കമ്മിങ് വിത്ത് മീ, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ആർ യു കമ്മിങ് ഡൗൺ, നീ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ടോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് പുട്ട് സോക്ക് ഇൻ ഇറ്റ്. വിരോധമില്ലെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കടോ. നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ് അല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധമില്ലെങ്കിൽ, പുട്ട് സോക്ക് ഇൻ ഇറ്റ്, ഒന്നും മിണ്ടാണ്ടിരിക്കൂ. പുട്ട് സോക്ക് ഇൻ ഇറ്റ് മീൻസ് മിണ്ടാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. ഇഫ് യു ഡോണ്ട് മൈൻഡ് പുട്ട് സോക്ക് ഇൻ ഇറ്റ്. ഇനി എന്നെ പോകാൻ അനുവദിക്കുന്നത് എങ്ങനെ പറയാം? ലെറ്റ് മീ ഗോ, ലെറ്റ് മീ ഡ്രിങ്ക്, ലെറ്റ് മീ ഹാവ്, ലെറ്റ് മീ റൈറ്റ്. അപ്പോൾ ലെറ്റ് മീ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം അനുവദിക്കാനായിട്ട്.
ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ. ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചിട്ടി കമ്പനിക്കാരുണ്ട്. അവർ വന്നിട്ട് നമ്മളോട് പറയും അങ്ങനെ ഇനി ഇങ്ങനെയെന്ന് പറയും. അപ്പം നമ്മൾ ബുദ്ധിയുള്ളവർ എന്ത് പറയും? ചേട്ടാ അല്ല മോളെ ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ. ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ എങ്ങനെ പറയാം? നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ലെറ്റ് കം വാട്ട് മേ. ലെറ്റ് കം വാട്ട് മേ. ലെറ്റ് കം വാട്ട് മേ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷിൽ? ഡു യു ഫീൽ ഹംഗ്രി. ഡു യു ഫീൽ ഹംഗ്രി, നിനക്ക് വിശക്കുന്നുണ്ടോ? ഈ ഹംഗ്രി മാറ്റിയിട്ട് ദാഹാക്കാം. ഡു യു ഫീൽ തേസ്റ്റ്. നിനക്ക് പനിക്കുന്നുണ്ടോ? ഡു യു ഫീൽ ഫീവർ. നിനക്ക് പുറം വേദനയുണ്ടോ? ഡു യു ഫീൽ ബാക്ക് പെയിൻ. അപ്പോൾ ഡു യു ഫീൽ ഹംഗ്രി, നിനക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് പറയുന്നു? യെസ് ഐ ഡു ഹാവ് സംതിങ്. എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യെസ് ഐ ഡു ഹാവ് സംതിങ്, എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്ന് ഉണ്ട്. യെസ് ഐ ഡു ഹാവ് സംതിങ്. ഇഫ് യെസ്, അങ്ങനെയാണെങ്കിൽ. ഇഫ് യെസ് മീൻസ് അങ്ങനെയാണെങ്കിൽ. ലെറ്റ്സ് ഹാവ് ഫുഡ്, നമുക്കെന്നാൽ ഭക്ഷണം കഴിക്കാം. ഇഫ് യെസ് ലെറ്റ്സ് ഹാവ് ബിരിയാണി. ഇഫ് യെസ് ലെറ്റ്സ് ഹാവ് ഗീ റൈസ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റാം. ഇഫ് യെസ് ലെറ്റ്സ് ഹാവ്, നമുക്ക് കഴിക്കാം. ഈ ഫുഡ് എന്നുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇഫ് യെസ് ലെറ്റ്സ് ഹാവ് ബിരിയാണി. ഈസ് ഹിയർ എനി ഗുഡ് ഹോട്ടൽ. ഹോട്ടൽ എന്നല്ല ഉച്ചരിക്കുക, ഹോട്ടൽ. ഈസ് ഹിയർ എനി ഗുഡ് ഹോട്ടൽ, ഇവിടെ നല്ല ഹോട്ടലുകളുണ്ടോ? യെസ് ദർ ഈസ്. ഇത് അവിടെ ചൂണ്ടിക്കാണിച്ചു, ഇത് അവിടെ ഉണ്ട്. യെസ് ദർ ഈസ്. അപ്പോൾ നമ്മൾ ചെന്നാൽ എന്ത് ചോദിക്കും? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ. ദയവായി നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, സംശയിക്കരുത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡോണ്ട് ടേക്ക് ഫോർ മീ പ്ലീസ്. ടേക്ക് ഫോർ, തെറ്റിദ്ധരിക്കുക. ഡോണ്ട് ടേക്ക് ഫോർ മീ പ്ലീസ്, ദയവായി നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഡോണ്ട് ടേക്ക് ഫോർ മീ പ്ലീസ്, നീ ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. വൈ ആർ യു സേയിങ് സോ. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? വൈ ആർ യു സേയിങ് സോ. വൈ ആർ യു സേയിങ് സോ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഐ സിംപ്ലി ആസ്ക്ഡ് യു. ഞാൻ നിന്നോട് ചുമ്മാ ചോദിച്ചതല്ലേ, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതാ. ഐ സിംപ്ലി ആസ്ക്ഡ് യു, ഞാൻ നിന്നോട് ചുമ്മാ ചോദിച്ചതല്ലേ. ഡോണ്ട് പുട്ട് ഇൻ യുവർ ഹാർട്ട്. നീ മനസ്സിലൊന്നും വെക്കരുത് കേട്ടാ, നീ മനസ്സിലൊന്നും വെക്കരുത്. ഡോണ്ട് പുട്ട് ഇൻ യുവർ ഹാർട്ട്, നീ മനസ്സിലൊന്നും വെക്കരുത്. ഇത് രണ്ടും കൂട്ടി പറയുമ്പോഴോ? ഐ സിംപ്ലി ആസ്ക്ഡ് യു ഡോണ്ട് പുട്ട് ഇൻ യുവർ ഹാർട്ട്. ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതല്ലേ, നീ ഒന്നും മനസ്സിൽ വെക്കരുത്. അൺലെസ് യു നീഡ് മൈ ഹെൽപ്പ്. അൺലെസ് യു നീഡ് മൈ ഹെൽപ്പ്, നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യം ഇല്ലെങ്കിൽ. അൺലെസ് യു നീഡ് മൈ ഹെൽപ്പ്, നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമില്ല എങ്കിൽ. ഈസ് മീ ഔട്ട് പ്ലീസ്, ദയവായി എനിക്ക് തരാനുള്ളത് തന്നിട്ട് മാന്യമായി എന്നെ പിരിച്ചു വിട്ടേക്കൂ. അൺലെസ് യു നീഡ് മൈ ഹെൽപ്പ് ഈസ് മീ ഔട്ട് പ്ലീസ്, നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമില്ലെങ്കിൽ ദയവായിട്ട് എന്ത് ചെയ്യുക? എന്നെ മാന്യമായി, അതായത് അത്യാവശ്യം പൈസ ഒക്കെ തന്ന് എന്നെ മാന്യമായി പിരിച്ചു വിട്ടേക്കൂ. അൺലെസ് യു നീഡ് മൈ ഹെൽപ്പ് ഈസ് മീ ഔട്ട് പ്ലീസ്. വാട്ട് ഷാൾ ഐ സേ, ഞാൻ എന്തുട്ട് പറയാനാ? ഞാനെന്ത് പറയാനാണ്? വാട്ട് ഷാൾ ഐ സേ, ഞാനെന്ത് പറയാനാണ്? വാട്ട് ക്യാൻ യു മേക്ക്. വാട്ട് ക്യാൻ യു മേക്ക്, നിനക്ക് എന്ത് ഉണ്ടാക്കാൻ കഴിയും? വാട്ട് ക്യാൻ യു മേക്ക്, നിനക്ക് എന്തുണ്ടാക്കാനായിട്ട് കഴിയും? പെട്ടെന്ന് നമുക്ക് ധൃതി പിടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ചോദിക്കും വാട്ട് ക്യാൻ യു മേക്ക്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക? നമ്മളിൽ സാമ്പത്തികം ഇല്ല,
നമ്മളോട് സാമ്പത്തികം ചോദിച്ചു. അപ്പോൾ ചോദിക്കും, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക? വാട്ട് വിൽ യു ഡു അൺലെസ് ഹി ഗീവ്സ് മണി? വാട്ട് വിൽ യു ഡു? നീ എന്തു ചെയ്യും? അൺലെസ് ഹി ഗീവ്സ് മണി, അവൻ പൈസ തന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യുക? നമ്മളെപ്പോഴും പറയുന്നതാണ്, വാട്ട് വിൽ യു ഡു അൺലെസ് ഹി ഗീവ്സ് മണി? അവൻ പൈസ തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? വാട്ട് എ സീൽ, എന്തൊരു ശുഷ്കാന്തിന് അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ്. ഓ ഭയങ്കര ശുഷ്കാന്തിൻ്റെ അവന്, എന്തൊരു ശുഷ്കാന്തിന്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് വാട്ട് എ സീൽ, എന്തൊരു ശുഷ്കാന്തി. ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയാം. ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. ഒരല്പം നേരത്തെ പോരൂ. നീ എന്നുള്ളത് ഇവിടെ സൈലൻ്റാണ്. കം എ ലിറ്റിൽ ഏർലി. കം എ ലിറ്റിൽ ഏർലി, ടുമാറോ വേണമെങ്കിൽ ചേർക്കാം. അത് നമ്മളെ എ ഡി പോലെ നമുക്ക് ചേർക്കാം. കം എ ലിറ്റിൽ ഏർലി. യു എന്നുള്ളത് സൈലൻ്റാണ്. നീ ഒരല്പം നേരത്തെ പോരൂ, നേരത്തെ വായു. അപ്പോൾ യു സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞു? കം എ ലിറ്റിൽ ഏർലി. മൂവ് ഫ്രം ഫ്രണ്ട് പ്ലീസ്. മൂവ് ഫ്രം ഫ്രണ്ട് പ്ലീസ്. ദയവായി മുന്നിൽ നിന്ന് മാറി നിൽക്കൂ. കുട്ടികളൊക്കെ നമ്മൾ ടി വി കാണുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കും. മോനെ ഒന്ന് മുന്നിൽ നിന്ന് മാറി നിൽക്കടാ. എങ്ങനെ പറയാ? മൂവ് ഫ്രം ഫ്രണ്ട് പ്ലീസ്. മൂവ് ഫ്രം ഫ്രണ്ട് പ്ലീസ്, മുന്നിൽ നിന്നും ഒന്ന് മാറി നിൽക്കൂ. മൂവ് ഫ്രം ഫ്രണ്ട് പ്ലീസ്. പോകരുതെന്ന് എങ്ങനെ പറയാ? ഡോണ്ട് ഗോ. ഡോണ്ട് ഗോ, പോകരുത്. ഡോണ്ട് മൂവ്, അനങ്ങരുത്. ഡോണ്ട് സ്മോക്ക്, പുക വലിക്കരുത്. അത് നമുക്കറിയാമല്ലോ അല്ലേ? ഡോണ്ട്, അരുത്. ഡോണ്ട് ഗോ. ഡോണ്ട് സ്പിറ്റ് ഹിയർ. എന്താണ് ഡോണ്ട് സ്പിറ്റ് ഹിയർ? ഡോണ്ട് സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത്. ഡോണ്ട് സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത്. ഡോണ്ട് സ്പിറ്റ് ഹിയർ. ഇപ്പോൾ നമ്മൾ പൈസ ഒക്കെ കടം മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് കൊടുക്കാനുള്ളത് മറന്നു. പെട്ടെന്ന് ഓർമ്മ വരും, അയ്യോ ഞാൻ നിനക്ക് എത്രയാണ് തരാനുള്ളത്? അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? ഹൗ മച്ച് ഡു ഐ ഓവ് യു? ഹൗ മച്ച് ഡു ഐ ഓവ് യു? ഞാൻ നിനക്ക് എത്രയാണ് തരാനുള്ളത്? ഹൗ മച്ച് ഡു ഐ ഓവ് യു? ഞാൻ നിനക്ക് എത്രയാണ് തരാനുള്ളത്? ഐ ഹാവ് ദ റൈറ്റ് ടു നോ ദാറ്റ്. അതറിയാനുള്ള അവകാശം എനിക്കുണ്ട് അല്ലേ? ഐ ഹാവ് ദ റൈറ്റ് ടു നോ ദാറ്റ്. അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. ഐ ഹാവ് ദ റൈറ്റ് ടു നോ ദാറ്റ്. ഐ ഹാവ് ഡൺ ഓൾ വർക്ക് ദർ. ഞാൻ അവിടുത്തെ എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ ഓൾ വർക്ക് ദർ. ഐ ഹാവ് ഡൺ ഓൾ വർക്ക് ദർ. ഞാൻ അവിടെയുള്ള എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. ഐ കോണ്ട് കനോട്ട്. എൻ്റെ ഷോർട്ടാണ് കോണ്ട്. ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ഹിം. എനിക്ക് അവനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ഹിം. എനിക്ക് അവനുമായി സഹകരിച്ചു പോകാനായിട്ട് കഴിയില്ല. ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ഹിം. ഐ കുഡിൻറ്റ് ഗെറ്റ് എലോങ് വിത്ത് ഹിം. അപ്പോൾ ഇവിടെ കോണ്ട് വന്നു, ഇവിടെ കുഡിൻറ്റ് വന്നു. അപ്പോൾ എന്താണ് അർത്ഥ വ്യത്യാസം? ഐ കുഡിൻറ്റ് ഗെറ്റ് എലോങ് വിത്ത് ഹിം. എനിക്ക് അവനുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഗെറ്റ് എലോങ് വിത്ത് ഹിം. എനിക്ക് അവനുമായി സഹകരിച്ചു പോകാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ കഴിയില്ല, ഇവിടെ കഴിഞ്ഞില്ല. ഐ കോണ്ട് ഗെറ്റ് എലോങ് വിത്ത് ഹിം. ഐ കുഡിൻറ്റ് ഗെറ്റ് എലോങ് വിത്ത് ഹിം. വുഡ് യു ലൈക്ക് ടു ഗോ ടു USA? വുഡ് യു ലൈക്ക് ടു, താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ? വുഡ് യു ലൈക്ക് ടു മാരി ഹെർ? വുഡ് യു ലൈക്ക് ടു സ്റ്റാർട്ട് എ ബിസ്? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. വുഡ് യു ലൈക്ക് ടു, താല്പര്യമുണ്ടോ. ടു ഗോ ടു USA, അമേരിക്കയിൽ പോകാൻ നിനക്ക് താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗോ ടു USA? യെസ് ഓർ നോ? ഇനി ഐ വുഡ് ലൈക്ക് ടു മാരി ഹെർ. ഇവിടെ ചോദ്യമായി, ഇവിടെ ഉത്തരമായി. ഐ വുഡ് ലൈക്ക് ടു മാരി ഹെർ. എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു മാരി ഹെർ. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് എ ബിസ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ വിസ. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം.
ഇത് നിങ്ങൾക്കൊരു മോഡലാണ് തന്നിട്ടുള്ളത്. ഈ മോഡൽ വെച്ച് നിങ്ങൾ കൂടുതൽ സ്വന്തം ഉണ്ടാക്കിയാൽ സ്പീഡിൽ പോകാം. ഐ ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. ഐ ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. ഐ ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. ഐ ഹാഡ് ടു. അപ്പോൾ വ്യത്യാസം നോക്കൂ. ഇവിടെ ഹാവ് ടു ചെയ്യേണ്ടതുണ്ട്, ഹാഡ് ടു ചെയ്യേണ്ടത് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു വിസിറ്റ് എ ബറീഡ് ഹോം. ബറീഡ് ഹോം എന്ന് വെച്ചാൽ മരണ വീട്, മരിച്ച വീട്. ഐ ഹാഡ് ടു വിസിറ്റ് എ ബറീഡ് ഹോം. എനിക്കൊരു മരണ വീട്ടിൽ പോകേണ്ടത് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു വിസിറ്റ് എ ബറീഡ് ഹോം. എനിക്കൊരു മരണ വീട്ടിൽ പോകേണ്ടത് ഉണ്ടായിരുന്നു. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ്. നീ കുറേ നേരമായോ കാത്തിരിക്കുന്നത്? ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ്. കുറേ നേരമായോ നീ എന്നെ കാത്തിരിക്കുന്നത്? ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ്. വാട്ട് ഹാവ് ഐ ഡൺ ടു ഹാം യു. വാട്ട് ഹാവ് ഐ ഡൺ ടു ഹാം യു. ഞാൻ നിനക്ക് എന്ത് ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളത്? വാട്ട് ഹാവ് ഐ ഡൺ ടു ഹാം യു. ഞാൻ നിനക്ക് എന്ത് ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളത്? വാട്ട് ഹാവ് ഐ ഡൺ ടു ഹാം യു. ഹൗ വാസ് ദ പാർട്ടി. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ്, ഈസ് അല്ല വാസ് ചേർത്തു, ആയിരുന്നു. ഹൗ വാസ് ദ പാർട്ടി. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദ പാർട്ടി. ഡിഡ് യു അറ്റൻഡ് ദ മാരേജ്. നീ കല്യാണത്തിന് പങ്കെടുത്തിരുന്നോ? ഇതൊക്കെ നമുക്ക് മാറ്റാട്ടാ, ഈ പാർട്ടിയൊക്കെ നമുക്ക് മാറ്റാം. ഡിഡ് യു അറ്റൻഡ് ദ മാരേജ്. കഴിഞ്ഞുപോയി. അപ്പോൾ നീ കല്യാണത്തിന് പങ്കെടുത്തിരുന്നോ? ഡിഡ് യു അറ്റൻഡ് ദ മാരേജ്. യെസ്, നോ, നോ എന്ന് പറയാം. ദാറ്റ് വാസ് ഇറിപ്പയറബിൾ. അതൊരു തീരാ നഷ്ടമായിരുന്നു. ദാറ്റ് വാസ് ഇറിപ്പയറബിൾ. അതൊരു തീരാ നഷ്ടമായിരുന്നു. That was irreparable. That is what I am thinking. അതാണ് ഞാനും ചിന്തിക്കുന്നത്. That is what I am thinking. That is what I am thinking. അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. That's what I am thinking. Will you come tomorrow? നീ നാളെ വരുമോ? Will you come tomorrow? നീ നാളെ വരുമോ? Yes അല്ലെങ്കിൽ no? Will you come tomorrow? Shall I come early? ഞാൻ നേരത്തെ വരണോ? Shall I come tomorrow? Shall I come day after tomorrow? ഞാൻ മറ്റന്നാൾ വരണോ? നാളെ വരണോ? ഇന്ന് വരണോ? ഭാവിയെ കാണിക്കാൻ Shall I come early? ഞാൻ നേരത്തെ വരണോ? Shall I come early? ഞാൻ നേരത്തെ വരണോ? I hope he will come today. എനിക്ക് ഉറപ്പുണ്ട് അവനിന്ന് വരും. I hope he will come today. അവനിന്ന് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ ഹോപ്പ് ഹി വിൽ കം ടുഡേ. ഡോണ്ട് ആസ്ക് ഫോർ ദ ട്രബിൾ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കരുത്. വേലിമൊക്കെ എടുക്കണ പാമ്പിനെ തോളിൽ പിടിച്ചിടരുത്. തീക്കൊള്ളി കൊണ്ട് നീ തല ചൊറിയരുത്. ഡോണ്ട് ആസ്ക് ഫോർ ദ ട്രബിൾ. നീ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങരുത്. ഐ റിമെമ്പർ ടു ഹാവ് സീൻ യു. നമ്മളെപ്പോഴും പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ്. ഞാൻ നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നല്ല ഓർമ്മയുണ്ട്. ഐ റിമെമ്പർ ടു ഹാവ് സീൻ യു. ഞാൻ നിന്നെ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുണ്ട്. ഐ റിമെമ്പർ ടു ഹാവ് സീൻ യു. ലെറ്റ്സ്. വിൻഡ് ഇവിടെ അപ്പ്. ഇങ്ങനെ മാത്രമെങ്കിൽ വിൻഡ് എന്ന് വായിക്കും. യു പിയും കൂടി വരുമ്പോൾ വൈൻഡ് ആവും കേട്ടോ. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടോക്ക്. നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടോക്ക്. നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്താം. യെസ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടോക്ക്. നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 1 മുതലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നവരെ ബൈ.